ഹലോ, നമസ്കാരം. എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാണ് ഇവിടെയൊക്കെ കേട്ടോ. ഒരുപാട് നേരം അടുക്കളയ്ക്കകത്ത് നിന്ന് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ചോറും കറിയും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നേക്കാളും ഒരൊറ്റ റൈസ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഉണ്ടാക്കാൻ പോണത് ലെമൺ റൈസ് ആണ് കേട്ടോ. ഇതിനു വേണ്ടി കുറച്ച് നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകും ഇഞ്ചിയും കൈ നിറയെ കറിവേപ്പിലയും. അപ്പം പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ്. എന്നാലേ അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ താളിക്കാനായിട്ട് ഒരു വലിയ ചീനച്ചട്ടിക്കകത്ത് നല്ലെണ്ണ ഇട്ടിട്ടുണ്ട്. അത് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ട് ഒന്ന് താളിക്കും. താളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉണക്കമുളക്, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് താളിക്കണം. പിന്നെ ഇതിലേക്ക് ഇടുന്നത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് കായപ്പൊടിയും. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഉപ്പിട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഗ്യാസ് സിമ്മിലാണ് കേട്ടോ ഫ്ലെയിം. പിന്നെ ഇതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്യണം നല്ലപോലെ. എന്നിട്ട് ഒരു 2 മിനിറ്റ് ആ ഒരു ലോ ഫ്ലെയിമിൽ അവിടെ നിൽക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ജ്യൂസ് ഒഴിക്കാവുള്ളൂ കേട്ടോ, നാരങ്ങയുടെ വെള്ളം. അത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലെമൺ റൈസ് റെഡി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഗംഭീരമായി. ഇനി ഉച്ചനേരത്ത് ഉണ്ണാറാവുമ്പോഴത്തേക്ക് ചോറും പിന്നെ കുറച്ച് മാങ്ങ അച്ചാറും 2 പപ്പടം ഉണ്ടെങ്കിൽ ഗംഭീരം. അപ്പൊ ചൂടത്ത് ഒരുപാട് നേരം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ.